ഹായ് ഓൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരമായി. കുറച്ച് നേരം എവിടെ നിന്ന് വെച്ചാൽ എണീറ്റു, ടോയ്ലറ്റിൽ പോയി, മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചു. അല്ലെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഒരു രൂപവും ഭാവം നിങ്ങളെ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി ടോയ്ലറ്റിലൊക്കെ പോയി വന്നു. അപ്പോൾ ഇനി നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ പല്ല് തേപ്പാണല്ലോ. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ എഴുന്നേറ്റത് മുതലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണമല്ലോ. അതല്ലേ അതിൻ്റെ ഒരു ഇത് അല്ലേ. ഈ വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നത് കുഞ്ചനാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്കെന്ന് വെച്ചാൽ എനിക്ക് അതുകൊണ്ട് എൻ്റെ ആ പുറകിൽ കാണുന്ന ചെറിയ വീടുണ്ടല്ലോ, ആ വീട്ടിലായിരുന്നു ഈ വലിയ വീട് പണിയുന്ന സമയത്ത് നമ്മൾ താമസിച്ചിരുന്നത് കേട്ടോ. ഇപ്പം നമ്മളവിടെ വിറകിടാനും പിന്നെ മറ്റുള്ള സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ ഉപയോഗിച്ച് പഴയ സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ, കറിച്ചട്ടി, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതൊക്കെ പല്ല് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഡെയിലിയുള്ള റൂട്ടീനിൽ പെട്ടത് ഒരു കാര്യമാണ് കണ്ണനെ ജിമ്മിന് കൊണ്ടുപോയി വിടുക എന്നുള്ളത്. ആദ്യത്തെ കുറച്ച് ദിവസം കുഞ്ചനും കണ്ണനും കൂടെയാണ് കേട്ടോ പോയിരുന്നത്. പിന്നെ മടിയനായ കുഞ്ചൻ എന്ത് ചെയ്തു, അവൻ ജിമ്മിന് പോക്ക് നിർത്തി. ഇപ്പോൾ കണ്ണൻ മാത്രമാണ് കേട്ടോ പോകുന്നത്. തിരിച്ച് വന്നിട്ട് വേണം ബാക്കിയുള്ള വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെതാ ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ കൂട്ടാം. നമ്മളുടെ വിറകടുപ്പ് ഇതാണ്. നമ്മൾ ചോറൊക്കെ വെക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക ഗ്യാസുമേലാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കണ്ണൻ വിളിക്കുന്ന സമയത്ത് അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പോകണം. ഞാൻ ഈ വക പണികളിലോട്ട് തിരിയുമ്പോൾ അമ്മ മറ്റുള്ള ജോലികൾ ചെയ്യും. ഞാനും അമ്മയും കൂടിയാണ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് കേട്ടോ. ഈ അടുപ്പിലോട്ട് വെക്കുമ്പോൾ രണ്ടുണ്ട് കാര്യം. നമുക്ക് ചോറ് വെന്ത് കിട്ടുകയും ചെയ്യും. അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം ആ ചെറിയ ചെമ്പിലത് അവിടെ കിടന്ന് തിളയ്ക്കുകയും ചെയ്തോളും കേട്ടോ. അടുത്ത പണി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. ഇവിടെ വേനൽ മഴ ഒരു 3-4 കിട്ടിയത് കൊണ്ട് ചെടികൾക്കൊന്നും നനയ്ക്കേണ്ടി വന്നില്ല കേട്ടോ. ഈ വേനൽ മഴ കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഒരു ആശ്വാസമാണ്. കാരണം വീട്ടിലോട്ട് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മൾ ഇവിടെ തന്നെയാണ് നട്ട് വളർത്തുന്നത്. അതുമാത്രമല്ല കുറച്ച് തെങ്ങും കവുങ്ങും റംബൂട്ടാൻ മരവും മാവും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വേനൽ സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം നിർത്തി കൊടുത്തില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് കായ്ഫലങ്ങളൊന്നും കിട്ടത്തില്ല. ഇതിനിടയ്ക്ക് ഞാൻ കണ്ണനെ ജിമ്മിൽ നിന്ന് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജിമ്മിൽ പോക്ക് തുടങ്ങിയതിന് ശേഷം കണ്ണൻ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മധുരക്കിഴങ്ങൊന്നും കഴിക്കാതിരുന്നിരുന്ന ആൾ ഇപ്പോൾ ദാ മധുരക്കിഴങ്ങൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മധുരക്കിഴങ്ങാണ്. മാത്രമല്ല ഞാൻ കുടിക്കുന്ന ജ്യൂസ് എന്ന് പറയുന്നത് ABC ജ്യൂസാണ് കേട്ടോ. അത് ആഴ്ചയിൽ 3 ദിവസം ഞങ്ങൾ 3 പേരും കൂടെ കുടിക്കും കേട്ടോ. വാഷ് ചെയ്യാണ്ടായിരുന്ന തുണികളെല്ലാം വാഷ് ചെയ്തു. അങ്ങനെ തന്നെ ഒരു കുളിയും പാസ്സാക്കിയിട്ടുണ്ട്. ഇന്നൊന്ന് പുറത്തോട്ട് പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യം ഞാൻ വഴിയേ പറയാം. ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റാണ്. പിന്നെ ലിപ്സ്റ്റിക്കും ഒരു പൊട്ടും. നമ്മൾ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും നമ്മളെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കണം ഈ സമയത്ത്. അതുകൊണ്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. സൺ ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതാ അതുപോലെ ഒരു കുഞ്ഞു കമ്മലൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ യാത്ര തിരിച്ചു. എങ്ങോട്ടാന്ന് ചോദിച്ചാലേ, എൻ്റെ വണ്ടി കുറേ നാളായി സർവീസിന് കൊടുത്തിട്ട് അതിനെന്തൊക്കെയോ പണി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ സ്കൂൾ തുറക്കും മുമ്പ് മഴയും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും നടതല്ലി വീഴും എന്ന് കരുതിയിട്ട് അമ്മ കുറച്ച് ദിവസമായി എന്നോട് പറയുന്നു, നീ ആ വണ്ടി കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ അങ്ങനെ വണ്ടി കൊണ്ടുപോയി കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ ഇത്. നടന്നാണ് വന്നത്, വണ്ടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ തോന്നിയൊരു കാര്യമാണ് കേട്ടോ, നമ്മളുടെ വഴികളൊക്കെ എന്ത് മോശമായിട്ടാണ് കിടക്കുന്നത്. നടന്നു വരുമ്പോഴാണ് ഇതൊക്കെ കുറച്ചും കൂടെ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുക. ഇനി മഴ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കുഴികളിലെല്ലാം വെള്ളം വന്ന് നിറയും. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും വലിയ വലിയ കുഴികളൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഞാനത് കൂടുതലും എടുത്തില്ല. അങ്ങനെ എടുക്കാൻ നിന്നാൽ ഈ വീഡിയോയുടെ ലെങ്ത്തും കൂടും. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ടോപ്പിക്ക് തന്നെ മാറ്റേണ്ടി വരും. അങ്ങനെ നടന്ന് ഞങ്ങളെ കൂരിക്കുഴി പള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ കുറച്ച് കുട്ടികളെ കണ്ടു. കുറച്ച് കുട്ടികൾ മീൻസ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ കുറച്ച് കുട്ടികളെ. കുറച്ച് നേരം അവരൊക്കെ ഇട്ടെന്ന് വർത്താനം പറഞ്ഞു. പിന്നെ വണ്ടി കിട്ടിയപ്പോൾ ഞാൻ ഓട്ടോയിൽ കയറി വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് അമ്മയും കൊണ്ട് മാസപ്പടി സാധനങ്ങൾ എടുക്കാറുള്ള ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചന്ദ്രാപിന്നി ടൗണിൽ വന്നിട്ടാണ് മാസപ്പടി സാധനങ്ങളെല്ലാം വാങ്ങിക്കാറ്. സ്ഥിരം ഒരു കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ നമ്മൾ ബില്ല് കൊടുത്തിട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി തിരിച്ച് വരുമ്പോഴേക്കും ഇവർ സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മളുടെ ഈ ഏരിയ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. റോഡ് പണി നടക്കുന്നത് കാരണം 4-5 വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഇവിടെ വന്നെത്തിപ്പെടുന്ന ആൾക്കാർ ആകെ വഴിതെറ്റുന്ന അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിലൊക്കെ കയറിയിട്ടോ. അവിടെ കയറിയ മെയിനായിട്ട് വാങ്ങിക്കുന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ, മാങ്ങ. നല്ല പ്രിയൂർ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സ്ഥിരമായിട്ട് നമ്മൾ കയറാറുള്ള കടയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം.
അവരത് നമ്മളോട് പറയുകയും ചെയ്യും കേട്ടോ, ധൈര്യമായിട്ട് വാങ്ങിക്കുക എന്നുള്ളത്. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ പോയി. ഈ ചേട്ടനുണ്ടല്ലോ നമ്മളെ വീടിനടുത്തായിരുന്നു കേട്ടോ താമസിച്ചിരുന്നത്. ഇപ്പോൾ അവർ താമസമൊക്കെ മാറി. പിന്നീട് നമ്മൾ മീൻ മേടിക്കാൻ പോയി. ചെമ്മീനാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി എന്നെ നോക്കുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് വിളക്ക് കൊളുത്താനുള്ള സാധനങ്ങളൊക്കെ ശരിക്കും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ വാങ്ങിച്ചു, നെയ്യ് വാങ്ങിച്ചു, ചന്ദനത്തിരി വാങ്ങിച്ചു. ആ ഷോപ്പിൽ പോയപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് ആ ചേട്ടൻ എന്തോ പിടിച്ചില്ലാന്ന് തോന്നുന്നുണ്ട്. ആ ചേട്ടൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചോളൂട്ടാ. തീരെ ഇഷ്ടപ്പെടാത്ത ഒരു എക്സ്പ്രഷനൊക്കെ ആയിരുന്നു ചേട്ടൻ. പിന്നെ അതുമൊക്കെ വാങ്ങിച്ചു. അമ്മയ്ക്ക് തൈലൊക്കെ മേടിക്കേണ്ടിണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയി വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഓട്ടോയും പിടിച്ച് വീട്ടിലോട്ട്. സത്യത്തിൽ പോകുമ്പോൾ കയ്യിലൊരു കുപ്പി വെള്ളം പോലും ഇല്ലാണ്ടാണ് കേട്ടോ പോയത്. ഈ സമയത്ത് പുറത്തിറങ്ങുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളം നിർബന്ധമായിട്ടും നമ്മളുടെ കയ്യിൽ വെക്കേണ്ടതാണ് കേട്ടോ. പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടുപോയി. കുറച്ച് സമയം നമ്മൾ ചന്ദ്രാപ്പിനിയിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആനയെ തന്നെയുള്ള വിശപ്പുണ്ടായിരുന്നു. പരിപ്പ് മുരിങ്ങക്കായും വെച്ചത്, പിന്നെ ചീര നമ്മളുടെ വീട്ടിലുണ്ടായ ചീരയാണ് കേട്ടോ, വിഷമൊന്നും അടിക്കാത്ത നല്ല ഓർഗാനിക് ആയിട്ടുള്ള ചീരയാണ്. പിന്നെ ഒരു കടുമാങ്ങാച്ചാറും. ഇതായിരുന്നു നമ്മളെ വീട്ടിൽ ഇന്നത്തെ ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ നല്ല ക്ഷീണമായി. കുറച്ച് നേരം കിടന്നിട്ട് ബാക്കിയുള്ള പരിപാടിയിലോട്ടൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് വണ്ടി പോയി എടുത്തുകൊണ്ട് വരണ്ടേ എന്നുള്ളത്. അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വിളിച്ചില്ല, നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് പോയി എടുത്തിട്ട് വരണം. അപ്പോഴാണ് അമ്മ പറയുന്നത് റംബൂട്ടാൻ കുറച്ച് പൊട്ടിക്കാനായിട്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ റംബൂട്ടാൻ പൊട്ടിക്കുന്നുണ്ട്. ഒരു 2 വർഷമായിട്ട് നമ്മളുടെ 2 റംബൂട്ടാൻ മരങ്ങൾ കായ്ക്കുന്നുണ്ട് കേട്ടോ. ഈ തവണ 3 എണ്ണം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് മതി വരുവോളം കഴിക്കാമെന്നൊക്കെ പറയില്ലേ, അത്രയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ കൊടുത്തു, ടീച്ചേഴ്സിന് കൊടുത്തു. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഷോപ്പിൽ ചെന്ന് റംബൂട്ടാൻ്റെ വില ചോദിച്ചപ്പോൾ 380 രൂപ എന്നാണ് കേട്ടോ പറഞ്ഞത് കിലോയ്ക്ക്. എനിക്കൊരു സ്വഭാവമുള്ളത്, അത് പണ്ടേ ഉണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിച്ചിട്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കൊണ്ടുവന്ന് കുഴിച്ചിടും. അങ്ങനെ വളർന്നു വന്നതാണ് കേട്ടോ ഈ റംബൂട്ടാനും. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് നിന്നപ്പോഴത്തേക്കും എനിക്ക് വണ്ടി എടുക്കാൻ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് വണ്ടികളൊന്നും കിട്ടില്ല, നടക്കന്നെ വേണം. നടന്ന് പോകും വഴി എവിടെയെങ്കിലും വണ്ടി കിട്ടിയാൽ കയറി പോകാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ. തൊട്ടടുത്ത വീട്ടിലുള്ള മതിലിന്മേലാണ് കേട്ടോ ഇങ്ങനൊരു സംഗതി. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മതിലിൻ്റെ പുറത്തോട്ട് ചെടികളിങ്ങനെ വന്ന് വീണ് കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തമല്ലേ. വണ്ടിമേൽ ആരൊക്കെയോ പോകുന്നുണ്ട്, അവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ പെണ്ണ് നിന്നിട്ടാ കാണിച്ചുകൊണ്ട് പോകുന്നേ, ഭയങ്കര പേഷൻകാരിയാണോ സ്റ്റൈലുകാരിയാണോ എന്നൊക്കെ. ഇത് പിന്നെ ഒരു കാവാണ് കേട്ടോ, നമ്മളെ വീടിനടുത്തുള്ള ഈ കാവിൽ എല്ലാ വർഷവും സർപ്പക്കളം ഉണ്ടാവാറുണ്ട്. ഞങ്ങളൊക്കെ പോയി തൊഴാറൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞുനാളിലൊക്കെ കളം കാണാനായിട്ട് നമ്മൾ ചെന്നിരിക്കും. അങ്ങനെ ആ വണ്ടി പണിയെല്ലാം കഴിഞ്ഞ് സുന്ദരക്കുട്ടനായിട്ട് നമുക്കിങ്ങ് കിട്ടിയിട്ടുണ്ട്. അവരുടെ സർവീസ് നല്ല സർവീസായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വണ്ടി കൊടുക്കുന്നത്. നമ്മളുടെ സ്കൂളിലോട്ട് പോണ വഴി തന്നെയാണ് ആ ഒരു സർവീസ് സെൻറ്റർ ഉള്ളത് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ, അലക്കിയിട്ട് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് മടക്കി വെക്കണം. രാത്രി പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല നമുക്ക്. ഈ വീഡിയോയിൽ കണ്ണനെയും കുഞ്ചിനെയും ഒട്ടും ഉൾപ്പെടുത്തിയിട്ടില്ല. കണ്ണൻ ഏതോ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്ക് വീഡിയോ എടുക്കുന്നതിനോട് അങ്ങനെ ഭയങ്കര താല്പര്യമുള്ള കുട്ടികളല്ല. പിന്നെ അത് മാത്രമല്ല വലിയ കളിയിലാണ്. കളിയെന്ന് പറഞ്ഞാൽ ഫോൺ തന്നെയാണ് കേട്ടോ. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കേസാണ് ഈ കുട്ടികൾ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇടയ്ക്ക് കുറച്ച് നേരം കളിക്കും, പിന്നെ റീൽസ് എന്തെങ്കിലും കാണും, മൂവീസ് എന്തെങ്കിലും കാണും. ഇങ്ങനെയൊക്കെയാണ് ഇവന്മാരുടെ ഒരു ദിവസം കഴിഞ്ഞു പോണത് കേട്ടോ. പണ്ടത്തെ പോലെ ഓടിത്തൊട്ട് കളിയോ കണ്ണാരംപൊത്തി കളിയോ ക്രിക്കറ്റ് കളിയോ ഒന്നുമില്ല. ഞാനും അനിയനൊക്കെ കുഞ്ഞുനാളിൽ ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിവിടെ മക്കളോട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ അവന്മാർക്ക് ഫോൺ എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഇത് വെക്കേഷൻ ടൈമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്ന് ഞാൻ അവന്മാരുടെ അടുത്ത് നിന്ന് ഫോണൊക്കെ വാങ്ങിച്ച് ഷെൽഫിൽ പൂട്ടി വയ്ക്കാറാണ് പതിവ്. കണ്ണനും കുഞ്ചനും വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ അവർ തന്നെയാണ് കേട്ടോ മടക്കി വയ്ക്കാറുള്ളത്. ഇതിപ്പോൾ പുറത്തോട്ട് പോകുന്ന ഡ്രസ്സുകളായതുകൊണ്ടാണ് ഞാൻ മടക്കി വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് നൈറ്റ് ഫുഡൊക്കെ കഴിഞ്ഞു. നൈറ്റിലും നമുക്ക് ഉച്ചയ്ക്കൽ എന്താണോ അത് തന്നെയാണ് രാത്രിയും നമ്മൾ കഴിക്കാറ് പതിവ്. പിന്നീട് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കലാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ശബ്ദം എന്താ ഇങ്ങനെ മുരമുരാന്നിരിക്കണേന്ന്. ആക്ച്വലി ഒരു ദിവസത്തിൻ്റെ ഈവനിങ് ആവുമ്പോൾ എൻ്റെ ശബ്ദം ചേഞ്ച് ആവാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിയിൽ ഇരുന്നിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഗൈസ് എൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത്. ആഹാ, ഇത് കൊള്ളാലോ, ഈ ശബ്ദം എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായി കേട്ടോ. അങ്ങനെ മെസ്സിൻ്റെ ഓണർ പണിയെല്ലാം കഴിഞ്ഞു, മെസ്സെല്ലാം അടച്ച് പോവുകയാണ്. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്ന് എല്ലായിടത്തും ലൈറ്റ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെയുണ്ട് കുറച്ച് പണികൾ. അതൊക്കെ കഴിഞ്ഞതാ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതുപോലെയാണ് എൻ്റെ ഓരോ ദിവസവും കടന്നു പോവാറ്. ചില ദിവസങ്ങൾ ഇതിലും ബെറ്ററാവും, ചില ദിവസങ്ങൾ ഇതിലും മോശമാവും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യേണ്ടത് എൻ്റെ ഡാൻസ് ക്ലാസ്സുള്ള, അതായത് സാറ്റർഡേ സൺഡേ ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ. ഞാൻ
അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും, അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഇടാം ചാനലിൽ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്